ഒരെണ്ണം പൊളിച്ച് നന്നായിട്ട് കായ ഉണ്ടാവും ഇത്. കാണാത്തവർക്ക് കണ്ടോട്ടെ. അതായത് ഏകദേശം നമ്മൾ റംബൂട്ടാൻ പൊളിക്കണ പോലെ തന്നെ ഇതുപോലെ പൊളിച്ചെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഫ്ലഷ് ആണ്. ഇതുപോലെയാണ് വരണത് കേട്ടോ. നല്ല മധുരമുള്ള സാധനം കേട്ടോ. പിന്നെ കുരു ഇത്തിരി വലിപ്പം കൂടുതലാണ്. ഇതിന്റെയൊക്കെ സീഡ് തൈകൾ വെച്ചാൽ തന്നെ എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? 3 വർഷം. 3 കൊല്ലം കൊണ്ട് കായ്ക്കിട്ടാണ്. പിന്നെ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് വിടണം. ഓരോ പ്രാവശ്യവും നന്നായിട്ട് നമ്മളിത് ഈ പോർഷനിൽ വെച്ച് കട്ട് ചെയ്ത് വിടുന്നതാണ്. എന്നിട്ടാണ് ഇത് ബുഷായിട്ട് അടുത്ത പ്രാവശ്യം ഇത്ര വലുതാവുന്നത്. പിന്നെ തണൽമരമായിട്ട് യൂസ് ചെയ്യാട്ടോ. ഇത് ഡാങ്സൂരിയാണ് കേട്ടോ. നല്ല ഉരുണ്ട ഷേപ്പിൽ വരും. നല്ല റെഡ് കളർ, ചവണിക്കും മധുരമാണ് കേട്ടോ അതിന്. തൈകൾ എങ്ങനെയാണ്? ബഡാണോ? ബഡ് തൈ 60 റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയ തൈ വരെ ഉണ്ട് നമ്മുടെ അടുത്ത്. മാച്ചക്ക പൊട്ടി തൈ വരെ ഉണ്ട്. ഇതിന് കുളമ്പ് അല്ലേ? കുളമ്പ്. പുഴുക്കേടില്ല. അതുപോലെ തന്നെ നിറച്ചുണ്ടാവും. ഒരു സീസണിൽ ഉണ്ടാവുന്നതിനേക്കാളും അടുത്ത സീസണിൽ കൂടുതൽ പിടിക്കും. അധികം പൊഴിച്ചിലില്ല. നല്ല മധുരമാണ്. പച്ചയ്ക്ക് നല്ല പുളിയും പഴുത്ത നല്ല മധുരവും. അപ്പൊ 2 യൂസിനും കിട്ടുമല്ലോ. അച്ചാറിടാനും പറ്റും, പഴുപ്പിക്കാനും പറ്റും. കവറിലൊക്കെ വെച്ചാൽ മതി ശരിക്കും അല്ലേ? കവറിൽ വെച്ച് പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി. അല്ലെങ്കിൽ ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്യാം. ഇത് ഇവിടെ വന്നിട്ട് കായ്ച്ചതാ? ഇത് ഇവിടെ വന്ന് കായ്ച്ചത്. ഇത് മിഷ്രിയോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ആദ്യമായിട്ടാണ് കായ്ക്കണത്. നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. വൈറ്റ് ഡയമണ്ടിന്റെ വലിയ കായ അതിലുണ്ടായി കിടക്കുന്നുണ്ട്. ഇത് പറിക്കാറായല്ലോ. കുരു വളരെ കുറവാണ്. ഇതിന്റെ വലിപ്പം ഇതൊന്നുമല്ല കേട്ടോ. ഇതിപ്പോ കവറിൽ വെക്കണോണ്ടാണ്. നല്ല വെള്ളം കൊടുത്താൽ നല്ല രീതിയിലുണ്ടാവും. കറക്റ്റ് ആപ്പിൾ വരെ ഒരു ആകെ 5-6 ഉള്ളൂ തോന്നുന്നല്ലേ? മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല വെയിറ്റ് തന്നെ പൈനാപ്പിൾ ആണ്. ഒരു 4 കിലോയ്ക്ക് 5 കിലോയ്ക്ക് ഇടയ്ക്ക് വെയിറ്റ് വരും കേട്ടോ ഈ പൈനാപ്പിളിന്. ക്യൂബ് മാതിരി. ഇതിന്റെ തന്നെ മറ്റേ സിലിണ്ടർ മോഡലിലുള്ളതുണ്ട്. നല്ല ജ്യൂസാണ്, അതുപോലെ തന്നെ നല്ല മധുരമാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പേഴക്കാപ്പള്ളിയിലെ സ്നേഹ ഓർഗാനിക് ഗാർഡനിലാണ് കേട്ടോ. പേഴക്കാപ്പള്ളി എന്ന് പറയുന്നത് നമ്മളെ ആലുവയിൽ നിന്ന് മൂവാറ്റുപുഴയിലോട്ട് പോകുന്ന വഴിയിലാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കൂടെ ചെയ്തിട്ടുണ്ട്, 4-5 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ ഗാർഡൻ ഒന്നും കൂടെ വലിയ രീതിയിലാക്കി. ഫ്രൂട്ട്സിൻ്റെ ചെടികളാണ് കൂടുതൽ. അപ്പോൾ നമ്മളിന്ന് കാണുന്നത് ഇവിടുത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സും ഒരുപാട് മാങ്ങ വെറൈറ്റീസ് ഉണ്ടാക്കും, ഒരുപാട് കായ്ച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു 2-3 എപ്പിസോഡൊക്കെ ആക്കൂട്ടെ, കാരണം ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വിശേഷങ്ങൾ കാണാം. ചെടികൾ പാർസൽ സർവീസ് ഉണ്ട്, കൊറിയർ സർവീസ് ഉണ്ട്, പിന്നെ ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്നിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കാണാം നമുക്ക്. നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ ഈ ഒരു സെക്ഷൻ ഇപ്പൊ വന്നതല്ലേ? അതെ, ഈ ഒരു പാർട്ട്. ഇതും ബാക്കിലേക്കും ഉണ്ട്. കുറെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. ഇതെന്താ ഇവിടെ ഈ സൈഡ് മുഴുവൻ ജബോട്ടിക്കാബയാണ്? ജബോട്ടിക്കാബ. എത്ര വെറൈറ്റീസ് ഉണ്ട് ജബോട്ടിക്കാബയുടെ? ഇപ്പം വലിയ പ്ലാന്റ് ആണെങ്കിൽ 4 വെറൈറ്റിയേ ഉള്ളൂ. മൊത്തം നമ്മുടെ അടുത്ത് 50 വെറൈറ്റി ജബോട്ടിക്കാബ ഉണ്ട്. അതിൽ മറ്റേ വെറൈറ്റീസ് എല്ലാം ചെറിയ തൈകളേ ഉള്ളൂ. പിന്നെ എസ്കാർലറ്റ്, പ്രിക്കോസി, റെഡ് ഹൈബ്രിഡ്, അതെല്ലാം വലിയ പ്ലാന്റുകളുണ്ട്. കാച്ച പ്ലാന്റുകളുണ്ട്. ഇതിൽ അങ്ങോട്ടൊക്കെ കാച്ച പ്ലാന്റുകളാണ് ഫ്രണ്ടിലിരിക്കുന്നത്. പിന്നെ പല സൈസിലുള്ള പ്ലാന്റുകൾ അങ്ങനെ. ഇത് നമുക്കൊരു ഉദ്ദേശത്ര റേറ്റ് ഉണ്ട്. ഇത് 1500 പ്ലാന്റ്. ഇതിൽ ചിലത് കാച്ചതുണ്ട്. ഓ ശരി ശരി. അത് 1000-ന്റെയിലും 1500-ന്റെയിലും 2500-ന്റെയിലും ഒക്കെ കാച്ചതുണ്ട്. ഓ, ഇതൊക്കെ കുറച്ച് വെറൈറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ? അത് മറ്റേ ഇത് എസ്കാർലറ്റും റെഡ് ഹൈബ്രിഡും ഒക്കെയാ അങ്ങോട്ട്. ഓ ശരി ശരി. ഈ ചട്ടികളിൽ ഇത്രയും വലിപ്പമുള്ള ചെടികളാണ് കേട്ടോ. ഇത് മാവുകൾ അതെവിടെ വെച്ചേക്കണേ? സൈഡിൽ അത് നാടൻ മാവുകളും ഉണ്ട് കേട്ടോ. ചേലൻ, ഒളൂര്, അങ്ങനെ കുറ്റിയാട്ടൂര്, അങ്ങനത്തെ നാടൻ മാവുകളുടെ കളക്ഷൻ ഉണ്ട് നമുക്ക് കുറച്ച്. അതുകൂടാതെ നാംഡോക്മയുടെ ഒക്കെ വലിയ പ്ലാന്റുകൾ. ഇതെല്ലാം ഈ ചട്ടികളിലും കവറിലൊക്കെ കൊടുക്കാനുള്ളതാ? കൊടുക്കാനുള്ളതാ. ഇനി ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോ ഇത് ജബോട്ടിക്കാബയുടെ ഒക്കെ വെറൈറ്റീസ് ആണ്. ചെറിയ തൈകളല്ലേ? ഇത് ചെറിയ തൈകളാണ്. അല്ലാതെ ഡ്രമ്മിലിരിക്കുന്നത് വലിയ വലിയ തൈകൾ, അതൊക്കെ വെറൈറ്റികളാണ്. ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ട് ഈ ചെറിയ തൈകൾ? ഇത് 300 തൊട്ട്. അല്ലാതെ 100 തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആണല്ലേ? പ്രൂൺ ചെയ്യണമെന്നുള്ളൂ, ബുഷായിട്ട് ചെടി കട്ട് ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ ഈ എസ്കാർലറ്റ് ഒക്കെ ഒരുവിധം അങ്ങനെ റെഡ് ഹൈബ്രിഡ് ഒക്കെ ബുഷായിട്ട് വരാനുള്ള ടെൻഡൻസി ഉണ്ട് കേട്ടോ അതിന്. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ജബോട്ടിക്കാബയുടെ വെറൈറ്റികളാണ് 2 സൈഡിലുമായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറേയൊക്കെ കാച്ച പ്ലാന്റുകളാണ് കേട്ടോ. ഇത് ലോങ്ങിന്റെ വെറൈറ്റീസ് ആണ്. ഇതിൽ ഡയമണ്ട് റിവറും ഉണ്ട്, പിന്നെ 4 സീസണും ഉണ്ട്, വൈറ്റും ഉണ്ട്, പിങ് പോങ് ഉണ്ട്, അങ്ങനത്തെ വെറൈറ്റികളാണ് കേട്ടോ. അതെല്ലാം അതിൻ്റെ ചെറുതും വലിയ പ്ലാന്റുകളും ഉണ്ട്. ഇത് കൂടാതെ കാച്ച പ്ലാന്റുകളും ഉണ്ട് കേട്ടോ. ഇത് ഏത് ഗ്രാഫ്റ്റാണോ ചെടി? ഗ്രാഫ്റ്റാ. ഇത് അത്യാവശ്യം ഒരു 2 അടി അല്ലേ? 2 അടിയൊക്കെയുള്ള ചെടികളാണല്ലോ. എത്ര വെറൈറ്റീസ് ഉണ്ട് ലോങ്ങൻ മൊത്തം? ലോങ്ങൻ നമുക്ക് 10 വെറൈറ്റീസ് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ലോങ്ങൻ ഏതാ?
4 സീസൺ, വൈറ്റ്, ഡയമണ്ട് റിവർ, പിങ് പോങ് അതൊക്കെ വയ്ക്കാം. നല്ല കുരു കുറവുള്ള നല്ല ഫ്ലഷ് ഉള്ളതാ. പിന്നെ ഡബിള് ഒക്കെ. ബെയർ ആപ്പിൾ ഉണ്ടല്ലോ ഇവിടെ. ഇതേതാ വെറൈറ്റി? ബെയർ ആപ്പിളിന്റെ KG ബെയർ ഉണ്ട്. അത് കാഴ്ചയെടുക്കണ്ടല്ലോ. പാകമായിട്ടില്ല. KG ബെയർ അല്ലേ നല്ല വലിപ്പം വരുന്നത്? നല്ല വലിപ്പം വരുന്നത്. അതിന്റെ വലിയ പ്ലാന്റ് ഉണ്ട് ഇത് അവിടെ. ആണോ? KG ബെയറിന്റെ വലിയ പ്ലാന്റ്. ഇതല്ലേ? ഓ, അത് മൊത്തം കായാണല്ലോ. അതിന്റെ വലിയ പ്ലാന്റുകളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. KG ബെയർ. പിന്നെ അതുള്ളത് മിസിന്റെ ഉണ്ട്, പിന്നെ കാശ്മീരി ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ. പിന്നെ ഇത് ചാമ്പകളുടെ വെറൈറ്റി. അതിൽ ഉമ്മറുണ്ട്. ഉമ്മർ, ദിൽഹരി, ബാലി, ബെല്ല, അങ്ങനെ 22ഓളം വെറൈറ്റി ചാമ്പകളുണ്ട് നമ്മുടെ അടുത്ത്. ഇത് ഉമ്മറിന്റെ പ്ലാന്റ് ആണ്. ഈ സൈഡിലിരിക്കുന്നത് ദിൽഹരിയുടെ പ്ലാന്റാണ്. ദിൽഹരിയുടെ പ്ലാന്റ് പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാടിക്ക് എടുക്കുന്ന ഒരു ടൈപ്പ് ആണല്ലേ? ഇതിൽ കുറച്ചെടുത്ത് ഇങ്ങോട്ട് സെയിലിനുള്ള കുറച്ചെടുത്ത് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഉണ്ട്. വലിയ പ്ലാന്റുകളാണ്. ഇത് 200 സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. ഇതല്ലേ ഉള്ളിച്ചാമ്പട? ഉള്ളിച്ചാമ്പയുടെ ചെറിയ തൈ. വലിയ തൈ അവിടെ ഉണ്ട് കേട്ടോ. വേഗം കഴിക്കൂലേ? കവറിൽ തന്നെ നിന്നിട്ട് കായ്ക്കണാണല്ലോ. അവിടെ കാച്ച പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. ഇതേതാ പേരാ? പേര് VNR ഉണ്ട്, തായ്പിങ്ക് ഉണ്ട്, പിന്നെ അർക്കാക്കിരൺ ഉണ്ട്, L49, വെരിഗേറ്റഡ്, വൈറ്റ്, ജാർബി റെഡ്, ബ്ലാക്ക്, കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് 20ഓളം വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ പ്രൂൺ ചെയ്ത് കണ്ട ബുഷായിട്ട് ചെടികൾ. പേരയുടെ ഒക്കെ സ്റ്റാർട്ടിങ് എത്ര നമുക്ക്? പേരയുടെ 150. അത് അതിൽ വെരിഗേറ്റഡ് ഒക്കെ ഉണ്ടല്ലേ? വെരിഗേറ്റഡ് ഉണ്ട്. പിന്നെ അപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ജാർബി. ട്രെൻഡല്ല, മറ്റേ ജപ്പാനിന് കായ്പിടുത്തം കുറവാണല്ലോ. അപ്പോൾ ജാർബിക്ക് നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും. ഉള്ളിൽ നല്ല പിങ്ക് ഷെയ്ഡ് വരണുണ്ട്. പിന്നെ വൈറ്റ് ഡയമണ്ട് ഉണ്ട്. ഇരിക്കുന്നതൊക്കെ കവറിലുള്ള പ്ലാന്റ്സ് ഉണ്ടോ? മറ്റേ മാവിൻ്റെ അതേ ഒരുവിധം നമുക്ക് പൂത്തുക്കണ പ്ലാന്റ്സ്. ഇത് കാട്ടിമോണല്ലേ? കാട്ടിമൂൺ നല്ല മാവിന് നോക്കി. അങ്ങോട്ട് നാംഡോക്മൈഡി ഒക്കെ വലിയ പ്ലാന്റ്, നല്ല ബുഷായിട്ട് ഡ്രമ്മിൽ വെക്കാൻ പാകത്തിന് നമ്മൾ പ്രൂൺ ചെയ്ത് എടുത്തിരിക്കുന്നത്. അത് ഈ കവർ കട്ട് ചെയ്ത് നേരെ ഡ്രമ്മിലോട്ട് വെക്കാം. ഇത് J33 ചെറിയ പ്ലാന്റ്. J33 ഇത് 3 വർഷം എടുക്കും J33 കായ്ക്കാനായിട്ട്. പക്ഷെ കാച്ച് കിട്ടി കഴിയുമ്പോൾ നല്ല പുഴുക്കിനും പഴുപ്പിക്കാനും വറക്കാനും നല്ല ചക്കയാണ് J33. അതുപോലെ നല്ല വെയിറ്റ് വരും. ഒരു 25-30 കിലോയുടെ അടുത്ത് വെയിറ്റ് വരും. അതിന്റെ ഇത് ഒരു 60 റേഞ്ചിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. പിന്നെ പൊങ്ങി പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും ഒരു 15 അടിയൊക്കെ വെച്ച് കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ താഴ്ത്തു നിന്ന് പറിക്കാം. അല്ല, ഇത് കംബോഡിയൻ. ഇത് നല്ല കംബോഡിയൻ ഓറഞ്ച് ചാക്ക്. കംബോഡിയൻ ഓറഞ്ച് ചാക്ക്. ഇത് ക്രാഫ്റ്റഡ് ചെടികളാ? ബഡ് പ്ലാവ് ബഡ്ഡാ ചെയ്യുന്നത്. ഇതാ ഇതും കംബോഡിയനാ. ഇത് വലുതും ഇത് ചെറുതും. ഇനി അതിൽ കായ്ക്കാറായ പ്ലാന്റും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. ഇത് എത്ര റേറ്റ് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് 300 റേറ്റ് വരുന്നതാണ്. അവിടെ ഇരിക്കുന്നത് 250 റേറ്റ് വരുന്നതാണ്. നിങ്ങൾ ഹോൾസെയിലും തുടങ്ങിയിട്ടുണ്ടല്ലോ? ഹോൾസെയിലും ചെയ്യുന്നുണ്ട്. അത് ഹോൾസെയിൽ എങ്ങനെ എത്തിച്ചു കൊടുക്കുക? അപ്പോൾ അവർ ഏത് പ്ലേസ് എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. വണ്ടിയുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഡയറക്റ്റ് വന്ന് കണ്ട് സെലക്ട് ചെയ്യാം എല്ലാവർക്കും. ജബോട്ടിക്ക വേണമെങ്കിൽ ഫുള്ളിരിക്കുന്നത് രണ്ടും സൈഡും കൊടുക്കാനുള്ളതാണ്. ഇതേതാ? ഗ്രീൻ ക്രിസ്റ്റൽ ആണെന്ന് തോന്നുന്നു അല്ലേ? അത് വൈറ്റ് ആണോ? അങ്ങനെ ഒരു സാധനം വൈറ്റ് ജബോട്ടിക്ക. വൈറ്റ് ഉണ്ട്. കായ്ച്ചത്? കായ്ച്ചു. അവിടെ വേറെ വലിയ പ്ലാന്റിൽ കായ്ച്ചിട്ടുണ്ട്. ഇത് ഡാങ്സൂരിയ. അത് 3 കൊല്ലം കൊണ്ട് കായ്ക്കും. ഡാങ്സൂരിയ 3-4 വർഷം എടുക്കും. ഡാങ്സൂരിയും അതും പൊങ്ങി പോകാനുള്ള ടെൻഡൻസി. പക്ഷെ റെഡ് ചക്ക നല്ല ചമണിക്ക് വരെ മധുരമാണ് കേട്ടോ അതിന്റെ. ഇതേതാ? സൂപ്പർ ബഗവേ? മാതളം. ഇതേതാ? ബഗവ. ഇത് ഈ ബിണ്ട് കയറാത്ത വലിയതല്ലേ? വലുത്. ഇതും കാഴ്ചയല്ലേ ഇവിടെ? കാഴ്ചയെടുക്കുന്നുണ്ട്. പിന്നെ അവിടെ അത് തന്നെയാണ്. പിന്നെ അവിടെ അമ്പഴത്തിന്റെ വലിയൊരു സ്റ്റോക്ക് അപ്പുറത്തിരിക്കണ്ടല്ലോ. അമ്പഴം നിറച്ച് അമ്പഴം ഒരു വീട്ടിലേക്ക് വയ്ക്കേണ്ട സംഭവം തന്നെയാണ്. നമുക്കത് മാങ്ങയ്ക്ക് പകരം എല്ലാത്തിനും യൂസ് ചെയ്യാലോ. കറിയിലിടാൻ നല്ല. പിന്നെ അതുപോലെ ഫ്രഷ് ലൈം അടിക്കാൻ നല്ലതാണ് അമ്പഴം. ഞാനിവിടെ മാങ്ങയ്ക്ക് പകരം യൂസ് ചെയ്യാറുണ്ട്. ചെറിയൊരു പഴുപ്പിലല്ലേ? അല്ല, പഴുപ്പ് വേണ്ട, പച്ചക്ക് തന്നെ അടിക്കാം. ഇതൊക്കെ ജബോട്ടിക്ക വെറൈറ്റീസ്. ഇത് പാകിസ്ഥാൻ ലെമൺ ആണ് കേട്ടോ. ഇത് നമ്മൾ ഓൾ സീസൺ ആയിട്ട് എപ്പോഴും ഇതുപോലെ തന്നെ കായ ഉണ്ടാവും. കായ്ക്ക് അധികം വലിപ്പം വയ്ക്കില്ല. ഇതൊക്കെ അതിലും കുറച്ചും കൂടി വലിപ്പം വയ്ക്കും. അതാണ് എൻ്റെ പാകം. പക്ഷെ എപ്പോഴും ഇതുപോലെ ഉണ്ടാവും. നമുക്ക് പിഴിഞ്ഞാൽ നല്ല ജ്യൂസ് കിട്ടും. ഇതും കുളമ്പിന്റെയാ. ഇതെല്ലാം കൊടുക്കാനുള്ള ചെടികളാ, വലിയ ചെടികളാ.
ഇനി ഇവിടെ ഏതാ? ഇത് കല്ലുകെട്ടി. ആ ഓക്കെ. കല്ലുകെട്ടി നല്ല മാങ്ങയാണ്. കല്ലുകെട്ടി. ഇത് മറ്റേ അമ്പഴ. അത് ഇവിടെ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലേ. ഇത് കാജിലെമൺ. കാജിലെമൺ ഇങ്ങനെ നീളത്തിലുണ്ടാകും. പിഴിഞ്ഞാൽ നല്ല ജ്യൂസ് ഉണ്ട്. അത് കുറച്ചും കൂടെ നീളം വരും. കുറച്ചുകൂടി നീളം വരും. ഇത് ഈ ചെറിയ ചട്ടിയിൽ ഇരുന്നിട്ടോ ഇങ്ങനെ വെക്കുന്നത്. ഇതൊരു കൊടംപുളിയാണ് കേട്ടോ. ഇത് നമ്മൾ തന്നെ ബഡ് ചെയ്യുന്നതാണ്. ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള പുളിയാണ്. അതുപോലെ നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഇതിൽ കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് പൊഴിഞ്ഞു പോയതാട്ടോ. എത്ര കൊല്ലം കൊണ്ട് കായ്ച്ചത്? ഇത് നമ്മുടെ ചെറിയ തൈല് തന്നെ കായായി. ശരി. ഇതിന് കായുള്ള പ്ലാന്റ് ഒക്കെ ഇപ്പൊ സെയിലായി പോയത്. ഇത് കുളമ്പ് തന്നെ? അതും കുളമ്പ്. ഇതും കുളമ്പ്. ഇതും കുളമ്പ്. ഓക്കെ. പിന്നെ അവിടെ കുറച്ച് ഞാവൽ, പക്ഷെ ഇതിനൊക്കെ നല്ല ഇടികൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെ സോണിയ എന്ന് പറഞ്ഞ മാവുണ്ട്. അതേതാ? ഇത് സോണിയ നമ്മളവിടെ കാച്ചെടുക്കുന്നുണ്ട്. അത് നല്ല കൊല കുത്തി കാച്ചെടുക്കുന്നുണ്ട്. അതിന്റെ വലിയ പ്ലാന്റ് കൊടുക്കാൻ. ഇതൊക്കെ സോണിയ? ഇതൊക്കെ സോണിയ. ഇതെന്താ ഇതിന്റെ പ്രത്യേകത? പുളിയാണോ മാവ്? മാങ്ങ പച്ചക്ക് പുളിയാ, പഴുത്ത മധുര. നല്ല ടേസ്റ്റുള്ള മാങ്ങ. മീഡിയം സൈസ് ടേസ്റ്റ്. പക്ഷേ ഇത് 3 സീസണിൽ കായ്ക്കും. അപ്പൊ നമുക്ക് സീസൺ അല്ലാത്ത ടൈമിലും കായ കിട്ടും. നന്നായിട്ട് പിടിക്കും കേട്ടോ. പിന്നെ ഇത് കൊല കുത്തി പിടിക്കും. ബ്ലാക്ക് കസ്തൂരി. കസ്തൂരി ഇത് ജസ്റ്റ് വച്ചിട്ടേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചോ? ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇത് തായ്ലമന്റെ തൈ. തായ്ലമണ്ട് നമുക്ക് അവിടെ കാച്ചെടുക്കുന്നുണ്ട്. നല്ല ബുഷായിട്ട് ഉണ്ടാവും, നല്ല വലിപ്പം ഉണ്ടാവും. ഇത് പിഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ജ്യൂസ് കിട്ടും. ഇനി അതും വിയറ്റ്നാമാൾട്ട മുസംബിയാണ് കേട്ടോ. ഇത് ഇവിടെ വന്നിട്ട് കാഴ്ച? ഇവിടെ വന്ന് കാച്ചതാ. ഇത് അടുത്ത് പൂത്ത് വരുന്നുണ്ട് ഇവിടെയൊക്കെ. വിയറ്റ്നാമാൾട്ടയുടെ അവിടെ തൈ വേറെ ഉണ്ട് കേട്ടോ, നിറച്ച് കാച്ചി കിടക്കുന്നത്. ഇതൊക്കെ എങ്ങനെ റേറ്റ് കൊടുക്കുന്നത്? ചെറിയ തൈകളുണ്ടോ? ചെറിയ തൈ ഉണ്ട്. അത് നമുക്ക് ഒരു 250 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ തൈ. ഇതൊക്കെ റേഞ്ച് ഏകദേശം ഒരു 1000 ആ റേഞ്ച് കാഴ്ചത്. പിന്നെ ഇത് കശുമാവ് എന്താ പ്രത്യേകത? ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവാണ്. ചെറുതിലെ തൊട്ട് കാഴ്ച നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം. ഇതിന്റെ വേറെ നല്ല പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പുറത്തുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ പോയി അവിടെ ഒരു സെക്ഷൻ നമ്മൾ വിട്ടിട്ടുണ്ടല്ലേ? അവിടെ എന്താണുള്ളത്? ഇവിടെ സീഡ്ലെസ് ലെമൺ ഉണ്ട്. അത് കായുള്ള സീഡ്ലെസ് ലെമൺ ഇതിലൊക്കെ കായ പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ചെറിയ പ്ലാന്റ് ആണ്. ഇതിലും കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതില്. ഇത് 200 സ്റ്റാർട്ട് ആണ്. 200, 150 ആ റേഞ്ചിലൊക്കെ. അറിയാലോ. പിന്നെ അതിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ട. അത് ഫ്രഷ് ലൈം അടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഇത് പാകിസ്ഥാൻ ലെമൺ അവിടെ കാണിച്ചതിന്റെ തന്നെ ചെറിയ തൈയാണ്. അത് ചെറിയ പ്ലാന്റിലേ കാച്ചു തുടങ്ങുന്നത്. ഇതിലൊക്കെ നിറച്ച് കായുണ്ട്, കാച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഇത് എത്ര റേറ്റ്? ഇത് 250. ഇത് നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കുടംപുളി? നമ്മൾ കണ്ടത്. ഇത് ഈ ചെറിയ പ്ലാന്റിലെ കായ ആയതാ. നമ്മൾ അടത്തി കളയുന്നതാണ്. പൂക്കളൊക്കെ ഉണ്ടാവും. അതിലുണ്ട്. ഇതൊക്കെ അതിന്റെ വലിയ പ്ലാന്റ്. ഇതൊക്കെ സാധാരണ എത്ര നാളുകൊണ്ട് കായ്ക്കേണ്ടത് ഇവിടെ? ഇവിടെ ചെറുതിലെ ഈ ഗ്രോ ബാഗിൽ ഇരുന്ന് കായ്ക്കുന്നു. ഞാൻ ചോദിക്കുന്നത് ഇയർ കണക്കാക്കണമെങ്കിൽ ഒരു ശരിക്കും 2 ഇയർ പറഞ്ഞാൽ മതി. മണ്ണിലൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി താമസം വരും ചിലപ്പോ. ഒന്ന് വേറെ ഓടിയിട്ട്. ഇത് ബുഷ് ഓറഞ്ചിന്റെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് പിന്നെ വെള്ളം കലക്കൽ മാത്രമാണ് കഴിക്കാൻ പറ്റില്ല, പുളിയാണ്. ഇതോ? ഇത് റെഡ് ലെമൺ. റെഡ് കളർ ജ്യൂസ് കിട്ടും പിഴിയുമ്പോൾ. അതും നമുക്ക് ഡ്രമ്മിൽ നിറച്ച് കാച്ചെടുക്കുന്നുണ്ട്. റെഡ്. ശരി. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ചെടികൾ മൊത്തം ഹോൾസെയിലുണ്ട് കേട്ടോ. ഇത് ഇവരൊരു ഗാർഡൻ്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. അപ്പുറത്തെ സൈഡിലുണ്ട്. ഇതൊക്കെ ബൾക്ക് ക്വാണ്ടിറ്റി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇത് ബുഷ് ഓറഞ്ച് തന്നെ? അത് ബുഷ് ഓറഞ്ച്. ഇത് റെഡ് ലെമണിന്റെ വലിയ പ്ലാന്റ് ഈ സൈഡിലേക്ക്. ഇതില് കായ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നല്ലതായിട്ട് മൂക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെയല്ല. ഇത് പുറം അകവും റെഡാ? അല്ലല്ല, ഇത് അകം മാത്രം റെഡ്. ഇതെങ്ങനെ റേറ്റ് ഇതിന്റെ? ഇത് 800. വലിയ പ്ലാന്റ് 800, ചെറിയ പ്ലാന്റ് 250. ഇതൊക്കെ ഇരിക്കുന്നത്? ഇത് ബബ്ലൂസ്. ഈ ബബ്ലൂസ് ഇതും നമ്മൾ തന്നെ ലെയർ ചെയ്യുന്നതാണ്. ഇതിന്റെ ഇത് നമ്മുടെ സാധാ ബബ്ലൂസിന്റെ നാടൻ ബബ്ലൂസിന്റെ വലിപ്പം വരില്ല. അതിനേക്കാളും വലിപ്പം കുറവാണ്. പക്ഷേ ഉള്ളിൽ നല്ല റെഡ് കളറാണ്. ആ മക്കില്ല, ആ ഒരു ചെനച്ചോവ് വരില്ലേ, അത് ഇതിനില്ല. നല്ല മധുരം. ഇത് കടപ്ലാവ് ലെയറാണ്. അല്ല, ഇത് ബഡാണ്. പിന്നെ ഇവിടെ സപ്പോട്ട, ബനാന സപ്പോട്ട വലിയ തൈകളുണ്ട്. ഇതും സപ്പോട്ട തന്നെയല്ലേ? അതെ. ഇതിന്റെ വലിയ, ഇതിന്റെ ചെറുതുണ്ട് അല്ലേ? എത്ര ടൈപ്പ് ഉണ്ട്? നമുക്ക് 350 തൊട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, 300 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതില്
എന്നിട്ട് പിന്നെ അതൊരു 1200 വരെയുള്ള പ്ലാന്റ് ഉണ്ട്. എവിടെയൊക്കെ ചെറിയ തൈകൾ ഇരിക്കുന്നുണ്ട് സപ്പോർട്ടഡ്. ഇതേതാ മാവ് ഇത്? കാലാപ്പാടി. ഇതിന്റെയും വലിയ പ്ലാന്റ് ഉണ്ട് അല്ലേ? വലുതും ചെറുതും കാച്ചതുണ്ട്. ഇതോ? അത് ചന്ദ്രക്കാരൻ. ചന്ദ്രക്കാരൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒരു 12 അടി ഹൈറ്റ് വരെയുള്ള പ്ലാന്റുകളുണ്ട്. ഇത് മെയിനായിട്ട് ഉപ്പിലിടാൻ അച്ചാറിടാൻ അല്ലേ? അച്ചാറിടാനും മാമ്പഴ പുളിശ്ശേരിക്കും നല്ലത്. പിന്നെ ഇത് ഒരു വർഷം കാച്ച അടുത്ത വർഷത്തേക്ക് കായ കുറവായിരിക്കും. 1.5 വർഷമാണ് കൂടുതലും ചന്ദ്രക്കാരൻ്റെ ഇത് പിടിക്കുന്നത്. ഇതൊക്കെ എത്ര റേറ്റ്? ഇത് ബഡാണത്? ഇത് ബഡാ. ഇത് 400 റേഞ്ച് വരുന്ന പ്ലാന്റാ. പിന്നെ റേറ്റ് വ്യത്യാസം വരും. ഇത് അതിന്റെ തന്നെ വലിയ പ്ലാന്റാ. പിന്നെ ഇത് ഞാവല്, തായ്ക്കിങ് ഞാവല്. ഇത് നമ്മുടെ അടുത്ത് കായ കുറച്ച് ഉണ്ടായുള്ളൂ കാച്ചിട്ട്. പക്ഷെ നമ്മുടെ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കൊടുത്തു, നല്ല കൊല്ല കുത്തി കാച്ചെടുക്കുന്നുണ്ട്. ആള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് അതായത് 8 എണ്ണം 1 കിലോ അങ്ങനെ കണ്ടല്ലോ. അത്ര വലിപ്പമുള്ള ഞാവല. ഞാവല അതേ കായുണ്ടല്ലോ. കവറിലൊന്ന് കാഴ്ചണ്ടത്. നോക്കി അടിയിൽ കായ എടുക്കണോ? ഇതിപ്പോ നമുക്ക് എത്ര റേറ്റ് ഉണ്ടത്? ഇത് 300. പിന്നെ അവിടെ അത് റംബുട്ടാൻ്റെ അല്ലേ? റംബുട്ടാൻ E35. മഞ്ഞ റംബുട്ടാൻ. മഞ്ഞ റംബുട്ടാൻ നിങ്ങൾ തന്നെ ചെയ്യണത്? നമ്മൾ തന്നെ ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഇതിന്റെ മദർ പ്ലാന്റ് ഉണ്ട്, കാണിച്ചു തരാം. കാഴ്ച വെക്കുന്നുണ്ട്. ഇപ്പോൾ റംബുട്ടാൻ സീസൺ ആണല്ലേ. ഇനി ഇവിടെ കുറച്ച് വെറൈറ്റീസ് മാവുകൾ. ഇത് കൊളംബിന്റെ മീഡിയം സൈസ് പ്ലാന്റ്. അല്ലാതെ വലിയ പ്ലാന്റുകൾ വേറെ ഉണ്ട്. ഇത് കൊളംബിന്റെ ചെറിയ പ്ലാന്റ്. പിന്നെ ഇങ്ങോട്ട് മിയാസാക്കിയുടെ പ്ലാന്റുകളുണ്ട്. പിന്നെ മൂവാണ്ടന്റെ, ബനാന, നാംഡോക്മൈ, അങ്ങനെ അല്ല, അത് ഈജിപ്ഷ്യൻ ഗുവ. പിന്നെ റെയിൻ ഫോറസ്റ്റ് ഗുവ. പേരയുടെ. അത് കായ്ക്കുന്നുണ്ടോ? കായ്ക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ ഗുവ. ഇപ്പൊ അത് ചെറിയ കായ്കൾ വന്ന് തുടങ്ങിയേക്കണു. അതാ സൈഡിലാ മാവുകള്. ഇതില് കോട്ടപ്പറമ്പനുണ്ട്, കോട്ടൂർക്കോണം, പിന്നെ ജഹാംഗീർ, സൂപ്പർ ക്യൂൻ, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട്. പ്രിയൂര്, ബെങ്കനാപ്പള്ളി, യുവോൺ, എല്ലാം കൂടി ഹോങ്സിയാങ്, അങ്ങനെ കുറെ വെറൈറ്റി വെച്ചിട്ടുണ്ട് അതില്. ഡ്രമ്മിൽ ഇത് നാടൻ മാവുകളാണ് കേട്ടോ. ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത് അത് കറുത്ത കുളമ്പ്, വെള്ളരിമാവ്, മറ്റേ മണിപ്പൂർ നമ്പർ 1, അങ്ങനെ കുറെ വെറൈറ്റികളുണ്ട് നാടന്റെ. ഇത് സൂപ്പർ ക്യൂന്റെ വലിയ പ്ലാന്റുകളാണ്. ഇത് പൂത്തു തുടങ്ങിയ പ്ലാന്റ് ആണേ. ഇത് കണ്ടോ, സൂപ്പർ ക്യൂന്റെ പൂത്തു തുടങ്ങിയ പ്ലാന്റാ. നല്ല ബുഷായിട്ട് നിൽക്കണേ. പിന്നെ ഇതൊക്കെ കുറച്ച് അത് ഗോലക്കുണ്ട്, ജെയിന്റ് ഐവറി ഉണ്ട്, പിന്നെ നാംഡോക്മൈ, പർപ്പിള്, കാട്ടിമൻ, അങ്ങനെ. ഈ പോർഷൻ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പോർഷൻ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെ ലോങ്ങൻ വെച്ചിട്ടുണ്ട്. ഇത് റൂബി ലോങ്ങനാണ്. പൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ റൂബി ലോങ്ങൻ. പിന്നെ ഇത് പൈനാപ്പിൾ ആണ്. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല വെയിറ്റ് വന്ന പൈനാപ്പിൾ ആണ്. ഒരു 4 കിലോയ്ക്ക് 5 കിലോയ്ക്ക് ഇടയ്ക്ക് വെയിറ്റ് വരും കേട്ടോ ഈ പൈനാപ്പിളിന്. ക്യൂബ് മാതിരി. ഇതിന്റെ തന്നെ മറ്റേ സിലിണ്ടർ മോഡലിലുള്ളതുണ്ട്. നമ്മൾ കൂടുതലും ഇതുപോലെ ബോർഡർ ആയിട്ട് തെങ്ങിന് ചുറ്റുമാണ് പ്ലാന്റ് ചെയ്യുന്നത്. അങ്ങനെയില്ല, ആ സ്ഥലം നമുക്ക് യൂസ് ചെയ്യാം. അവിടെ അധികം ശല്യം ഇല്ലാതെ നിന്നോളും. ഇത് ദിൽഹരിച്ചാമ്പയാണ്. ദിൽഹരിച്ചാമ്പ നല്ല കൊലകുത്തി ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്ലാന്റിൽ നിന്ന് തന്നെ ലെയർ ചെയ്തെടുക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ കൊടുക്കാനുള്ള ചെടി ഇതൊക്കെ എത്ര വരുന്നുണ്ട് നമുക്ക്? വലിയ ചെടിയൊക്കെ ഇതൊക്കെ 1000 റേഞ്ച് വരുന്നത്. അത് കടവണ്ണ അത്രയ്ക്കും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാ. അല്ലാതെ നമുക്ക് കാച്ച പ്ലാന്റ് 600 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കായ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടാവുള്ളൂ കായ്ച്ച ചെടികളാണ്. റംബുട്ടാന്റെ ഒരു ഇതേതാ? ഇത് N18. അപ്പുറത്ത് E35. പിന്നെ ഇത് അബിയു ഇപ്പോഴും കായ കിടക്കുന്നുണ്ട് ഇതില്. ഇതൊരു ഓൾ സീസൺ ആണല്ലേ? സമയം തെറ്റി കാച്ചിട്ടുണ്ട്. ജാതി ഉണ്ട്. ജാതി കെൻറ്റുംകരയുണ്ട്, പിന്നെ ഗോൾഡൻ, കിങ്, പിന്നെ ഫാബ്, അത്ര വെറൈറ്റി ആണ് ഉള്ളത് നമ്മുടെ അടുത്ത്. പിന്നെ മാങ്കോസ്റ്റിന്റെ പല വെറൈറ്റി. അത് ജാതിയുടെ വലിയ തൈകളാണ് കേട്ടോ. ഇതൊക്കെ എത്ര റേറ്റ് ഉണ്ട് നമുക്ക്? ഇതൊക്കെ 1000 റേഞ്ചിൽ കൊടുക്കണം. പിന്നെ ഇത് സീറ്റ് ലൂബി അല്ലേ? ഇത് സീറ്റ് ലൂബി. ഇത് നല്ല വലിപ്പമുള്ള കൊല കുത്തി ഉണ്ടാവുന്ന സീറ്റ് ലൂബിയാണ് കേട്ടോ. അതെന്നുവെച്ചാൽ ഒരു കുറച്ചതായിട്ടല്ല, നമ്മൾ ഈ മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും.
വലിപ്പം നല്ല വലിപ്പമുണ്ട്. സാധാരണ വലിപ്പമുള്ള ലൂബിനേക്കാളും വലിപ്പമുണ്ട്. നിങ്ങൾ തന്നെ ചെയ്യണോ? ആ, നമ്മൾ തന്നെ ചെയ്യുന്നതാ. ഇതൊക്കെ എത്ര റേറ്റ്? ഇത് വിസ്പറിംഗ് ലൂബി 2-3 വെറൈറ്റി ഉണ്ട് ഇതിൽ. ഇത് നമ്മൾ 400 തൊട്ടാണ് കൊടുക്കുന്നത്. ഇതിന്റെ പേരെന്താ ഈ ലൂബിയുടെ? വിസ്പറിംഗ് ലൂബി ഉണ്ട്. പിന്നെ കോതമംഗലം സൈഡിലൊക്കെ അച്ഛ ഈ സെയിം തന്നെ ഇതുള്ളതുണ്ട്. പിന്നെ അജിത് ലൂബി എന്ന് പറഞ്ഞിട്ടൊരു ലൂബി ഉണ്ട്. ഇത് അവക്കാഡോ മാങ്ങ, വെള്ളരി മാവ് ഉണ്ട്. പിന്നെ അവക്കാഡോ മാങ്ങ എന്ന് വെച്ചിട്ട് ഏകദേശം ആ ഒരു ഷേപ്പിലാണ് മാങ്ങ കിടക്കണേ. അതുകൊണ്ട് ആ ഒരു ഇല്ല, വെള്ളരിയുടെ ഇല്ല കേട്ടോ. ഇത് നമുക്ക് പരിചയമുള്ളടുത്ത് കാച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ്റെ അടുത്ത് കാച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് എടുത്ത് ചെയ്യുന്നതാ. E35 ഇത് നമുക്ക് ഒരു ഒത്തിരി വർഷങ്ങളായിട്ട് കാച്ചു തുടങ്ങിയിട്ടുള്ള ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. അത് 2 ഉണ്ട് നമുക്ക്. ഇത് കായ കൊടുക്കുന്നുണ്ടല്ലോ ഇവിടെ. റംബുട്ടാൻ കൊടുക്കുന്നു. കായ ഈ കിലോ കണക്കിനാണ് കൊടുക്കുന്നത്? ആ, കിലോയ്ക്ക് കൊടുക്കണേ. ഇത് ആത്ത. ഏത്? ഗോൾഡൻ ആത്ത. ഇതിന്റെ തൈകളുണ്ടല്ലേ? ആ, ഇതിന്റെ തൈ നല്ല ടേസ്റ്റ് ഉള്ള വിഭാഗം. നല്ലതാ. വലിപ്പമുള്ളതല്ലേ? ഫ്രൂട്ട്സ് കടയിൽ വരുന്ന കവർ ഇട്ടത്. അങ്ങോട്ട് വീറ്റ്നാം സൂപ്പർ എർലി. പിന്നെ ഇത് നമ്മുടെ മൾബറിയുടെ വെറൈറ്റിയാ. ഇപ്പൊ മൾബറി സീസൺ അല്ല തോന്നല്ലേ? സീസൺ ആണ്, പക്ഷെ ഇതിപ്പോ പഴുത്ത് കഴിഞ്ഞതാട്ടോ. നിറച്ചുണ്ടായിരുന്നു. ഇത് ഇങ്ങനെയൊന്നും അല്ല നീളം, അപ്പുറത്തെ നീളം ഉള്ളതുണ്ട്. ഗ്രോ ബാഗിൽ നല്ല ഇനിയിപ്പോ കട്ട് ചെയ്യാതിരിക്കണേ. അതുകൊണ്ടാ മൊത്തം കട്ട് ചെയ്തിട്ട് പിന്നെ ഇനി അടുത്തേത് വരുമ്പോ അത് കായോട് കൂടിയായിരിക്കും പറഞ്ഞേ. മാംഗോസ്റ്റീൻ. ഇത് കോട്സില വെറൈറ്റിയിലെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാ. ഇപ്പൊ അതില് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ബംഗനാപ്പള്ളി. നല്ല മാങ്ങണോ? കുഴപ്പമില്ല, മീഡിയം. ഇത് മറ്റേ നമ്മൾ അപ്പുറത്ത് കണ്ടത് E35 റംബുട്ടാൻ. ഫ്രണ്ടിലേക്ക് നിറച്ച് നല്ല മധുര. ഇതിന്റെ തന്നെ ഇപ്പൊ സീസറും ഉണ്ട് കേട്ടോ. വലിപ്പം കൂടിയത് അതുണ്ട്. ആ കാച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഇവിടെ ജസ്റ്റ് ബൊഗൻവില്ലയുടെ കുറച്ച് ഇതുണ്ട്. കഴിഞ്ഞ ഏകദേശം തീരാറായി. ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ വലിയ വലിയ ഈ ചട്ടി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ആ, കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെ, എത്രയാണ് ഇതിന്റെ സൈസ്, ലാസ്റ്റിംഗ് എങ്ങനെയാണ്, വാറന്റി എങ്ങനെയാണെന്ന് പറയാൻ? ഇത് പോളിമർ പോട്ട് ആണ്. ഇത് നമ്മുടെ ഈ ടാങ്ക് ഉണ്ടാക്കുന്ന മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കുന്ന പോട്ടാണ് കേട്ടോ. ഇതിന്റെ ഒരു അവർ 10 വർഷം ഗ്യാരണ്ടിയാണ് പറയണത്. ഇതിന്റെ റേറ്റ് എത്തിച്ചു കൊടുക്കും. ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 1700 റേറ്റ് ആണ് കേട്ടോ വരുന്നത്. ഇതിന് പല ഷേപ്പിലുള്ള പോട്ടുകളുണ്ട്. ഇത് ഗ്രീൻ ക്രിസ്റ്റൽ. ഗ്രീൻ ക്രിസ്റ്റൽ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് ഇതിന്. നിറച്ച് കായ പിടിച്ചതാട്ടോ. ഇപ്പൊ മഴ പെയ്തപ്പോ മൊത്തം പോയതാ. ഇതൊക്കെ പല പല ഇതെല്ലാം അതിന്റെ കാഴ്ച വേറെ വേറെ. പിത്താങ്ക ബ്രാങ്ക. ഇത് പിത്താങ്ക ബ്രാങ്ക എന്ന് പറഞ്ഞ വെറൈറ്റിയാ. ഇതെല്ലാം ഇനി കായായിട്ട് മാറുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ റെഡ് ഹൈബ്രിഡ്. ഇത് റെഡ് ഹൈബ്രിഡ്. അപ്പുറത്തെ എസ്കാർലറ്റിലും ഉണ്ട്, പൂവുണ്ടായിട്ടുണ്ട് നിറച്ച്. അതൊക്കെ ഏകദേശം കായായി തുടങ്ങി. പ്രത്യേകിച്ച് എന്തെങ്കിലും വളങ്ങൾ കൊടുക്കണ്ടോ നിങ്ങൾ? ഇല്ല, നമ്മൾ ആട്ടുംകാട്ട അല്ലെങ്കിൽ ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ എല്ലുപൊടി നമ്മൾ കൃത്യസമയത്ത് വളം ചെയ്യും. 2 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് വളം ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ ഈ ഇത്രയും വലിപ്പമുള്ളതും കൊടുക്കാണ്ടല്ലേ? അതെ അതെ. ഒരു ഉദ്ദേശം എത്ര വരുന്നുണ്ട്? 10 റേറ്റ് വരുന്നതാ. ഫുള്ള് കാച്ചിക്കണേ. അതും ഈ പോട്ടിന്റെ റേറ്റ് ആണ് കേട്ടോ. അത്രയും പോട്ടിന്റെ റേറ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പ്ലാന്റിന്റെ റേറ്റ്. അങ്ങനെ ഈ പോട്ടിലായതുകൊണ്ടല്ല, അല്ലാതെ നമുക്ക് ഒരു 2500 നല്ല പ്ലാന്റ് കിട്ടും. ഇതൊരു സുന്ദരം പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടല്ലോ. അത് വെരിഗേറ്റഡ് പൈനാപ്പിൾ. വെരിഗേറ്റഡ് തന്നെ 2 വെറൈറ്റി ഉണ്ട് നമ്മുടെ അടുത്ത്. അതില് പിങ്ക് ഷെയ്ഡ് കുറഞ്ഞ വെറൈറ്റി ആണ് ഇത്. പക്ഷെ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന. ഇത് ആദ്യമായിട്ട് കഴിക്കണ. അത്യാവശ്യം വലിപ്പം വയ്ക്കുന്നു തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഇതിൽ വന്നുണ്ട്. ഇത് നാസി പസന്ത്. മീഡിയം. പച്ചയ്ക്ക് നല്ലതാണ്. പഴുത്ത അത്ര ഇതെന്ന് പറയാനില്ല, പക്ഷെ നല്ല കായ്പിടുത്തമുണ്ട്. ഇത് അങ്ങോട്ടൊക്കെ നിറച്ച് പൂട്ട് കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ? ഇത് സബാറ. ഇതൊക്കെ ഇതെല്ലാം ചവിട്ടിക്കാബയുടെ വെറൈറ്റി. അത് മട്ടോവ.
വലിയ പ്ലാന്റ്. ഓമട്ട ഭാഗത്ത് കൂടെ പോവാം. ഞാൻ ഒന്ന് വന്നപ്പോൾ കുറച്ച് പൊട്ടിച്ചെന്ന് കായ നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധനം. സീഡല്ലേ ഉള്ളത്? ആ സീഡ്. ഇവിടെയൊക്കെ ജബോട്ടിക്കാബയുടെ പ്ലാന്റുകൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് റംബുട്ടാൻ സീസറാണ്. നിറച്ച് കായ പിടിച്ചിട്ടുണ്ട്. ഇവിടെ റംബുട്ടാൻ N18 റംബുട്ടാൻ സീസറും കൊടുക്കുമ്പോൾ ആ റംബുട്ടാൻ സീസർ കഴിക്കുന്നവർ പിന്നെ ഇത് തന്നെ കൊടുക്കാനേ പറയുള്ളൂ, സീസർ തന്നെ കൊടുക്കാനേ പറയാറുള്ളൂ കേട്ടോ. അത് തീർന്നിട്ടാണ് N18 വാങ്ങിക്കുള്ളൂ. പിന്നെ ഇത് അവക്കാഡോയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അവക്കാഡോയ്ക്ക് കുറച്ച് തണലത്തിരുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തണലത്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെ ഇല ഭയങ്കരമായിട്ട് വാടും. അതുകൊണ്ട് ഒരു ഷെയ്ഡുള്ള ഇത് നിങ്ങൾ തന്നെ ചെയ്യണം അല്ലേ? നമ്മൾ തന്നെ ചെയ്യണതാ. ഇതെങ്ങനെയാണ് ഇതിന്റെ കാലാവധി? എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ട്രോപ്പിക്കലാണോ? നമുക്കൊന്ന് വിശദാംശങ്ങൾ പറയും. ഇത് നമുക്കിവിടെ പാമ്പാകുട സൈഡിൽ കാച്ച പ്ലാന്റ് ഉണ്ട്, പിന്നെ കോട്ടയം സൈഡിൽ കാച്ചതുണ്ട്, നെല്ലിമോള സൈഡ്, കോതമംഗലം സൈഡ്, അങ്ങനെ ഓരോ സൈഡിലും കാച്ച പ്ലാന്റിന്റെ അടുത്ത് നമ്മൾ ചെയ്തേക്കുന്നതാ. അത് അവർക്ക് ഒരു 2 വർഷം കൊണ്ടൊക്കെ കാച്ച് കിട്ടിയ പ്ലാന്റുകളാണ് കേട്ടോ. കൊലയായിട്ട് കിടക്കണേ 2 വർഷം കൊണ്ടൊക്കെ കാച്ച് കിട്ടിയ പ്ലാന്റുകളാണ്. പിന്നെ ഈ പാമ്പാക്കുട സൈഡിൽ കാച്ചത് 3 വർഷം കൊണ്ട് 3.5 വർഷം കൊണ്ട് കാച്ച പ്ലാന്റാ. അങ്ങനെ ഇത് ഒരു ചോക്ലേറ്റിന്റെ ഷെയ്ഡ് വന്നതാണ് കേട്ടോ ഈ പ്ലാന്റ്. ഇത് കുറച്ച് വലിപ്പമുണ്ടല്ലേ? കായ്ക്ക് ഒരു ചോക്ലേറ്റിന്റെ ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് ഇഷ്ടംപോലെ ഉണ്ട്. അത് ഹോൾസെയിൽ റീറ്റെയിലൊക്കെ ഉള്ള തൈകളുണ്ട്. അപ്പുറത്തിരിക്കുന്നുണ്ട് ചെറിയതും ഉണ്ട്, ചെറുതായിട്ടും ചെറിയ തൈകളും കൊടുക്കുന്നുണ്ട്. മട്ടോവ നല്ല കൊലകുത്തി പഴുത്ത് കിടക്കുന്നുണ്ട്. ഇതായില്ലേ? പറിക്കാറായി. നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊരെണ്ണം പറിച്ച് ഇതായില്ലേ? ഇതങ്ങ് ഓടിക്കാം നമുക്ക്. കോലപ്പാടിയാണ് ഓടിച്ചു. ഇഷ്ടംപോലെ ഉണ്ടാവില്ല ഇതിന്റെ തൈകള്. ഇഷ്ടംപോലെ ഹോൾസെയിൽ റീറ്റെയിൽ ഒക്കെ ആയിട്ട് തൈകളുണ്ട് കേട്ടോ അല്ലേ? ഒത്തിരി ഉണ്ട് തൈകള്. ഇത് ഒള്ളാസോപ്പ് അല്ലേ? ഇത് ഒള്ളാസോപ്പ്. അതെ, ഈ സൈഡിലൊക്കെ നിറച്ച് പൂത്തിക്കുന്നുണ്ട്. കായ്ക്കാറുണ്ട്? എല്ലാ വർഷവും കായ്ക്കണത്. നമ്മുടെ ഒരു മുട്ടപ്പഴത്തിന്റെ ശർക്കരയുടെയും ടേസ്റ്റ് ഞാൻ പറയും, അതിന്റെ ടേസ്റ്റ് ആണ് എന്ന് പറയും. ചിലർക്ക് അത് ഇഷ്ടമാണ്, അങ്ങനെയാണെങ്കിൽ വാങ്ങിക്കും. ഇവിടെ കഴിക്കാൻ ഈ ഭാഗത്ത് നിറച്ച് പൂവുണ്ട്. സ്വന്തം പ്രൊഡക്ഷൻ ആണ് ഇവിടെ. ഇത് മൊത്തം ലെയർ ചെയ്ത പ്ലാന്റുകളാണ്. ലെയർ ചെയ്തെടുക്കുന്ന പ്ലാന്റുകളുണ്ട് ഇവിടെ. ഒരു ഇത് 5 വെറൈറ്റിയാ, 10 വെറൈറ്റി ചെയ്തേക്കണേ. അതില് ഇത് ചന്ദ്രക്കര ആ സൈഡിലേക്കൊക്കെ ചോല കിടക്കുമായിരുന്നു. ഇവിടെ ഒരു വാഴയൊക്കെ നിൽക്കണ്ടായിരുന്നു, മൊത്തം ചോലയായിരുന്നു. അതുകൊണ്ട് ആ സൈഡൊന്നും കാച്ചില്ല. ഇപ്രാവശ്യം ഇത് മാത്രമാണ് കാച്ചത്. ഈ 5-10 വെറൈറ്റീസ് ഒക്കെ ആകുമ്പോൾ എല്ലാ പ്ലാന്റും ഒരേമാതിരി നമുക്ക് മാങ്ങ കിട്ടുമോ, ഗ്രോത്ത് കിട്ടുമോ? നമ്മളത് ട്രെയിൻ ചെയ്ത് എടുക്കണേ അനുസരിച്ചിരിക്കും. അപ്പോൾ ശരിക്കും ഒരു 5 വെറൈറ്റി ഒക്കെ ഒരു മാവിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലത്. 5 താഴെ, 5 അല്ലെങ്കിൽ 5 താഴെ. വളം വലിക്കുമ്പോൾ തന്നെ 5 എണ്ണത്തിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകണ്ടേ? ചിലപ്പോൾ വളർച്ചക്ക് പ്രശ്നം. പിന്നെ അതുമല്ല, ഈ ചിലത് നല്ല രീതിയിൽ വളരും, ചിലത് മുരടിച്ച് നിൽക്കും. അപ്പൊ ആ വളരുന്നത് അങ്ങ് കയറിപ്പോവും. മറ്റേത് ചോലയിലായി പോയാൽ പിന്നെ അത് വളരില്ല. ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും? ചെയ്തു കൊടുക്കും. പിന്നെ ഇവിടെ കുറച്ച് ചെയ്ത് വച്ചിരിക്കുന്ന പ്ലാന്റുകളും ഉണ്ട്. ഞാൻ മാക്സിമം പറയും 2-3 വെറൈറ്റി വച്ചാൽ മതി ഒരെണ്ണത്തിൽ എന്ന് പറയാറുണ്ട്. ജപ്പാങ്കൂവ. ഇത് ജപ്പാങ്കൂവ ഇങ്ങനെ ഷെയ്ഡിലായി കഴിഞ്ഞാൽ കുറച്ച് കായ്ബലം കൂടുതൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. കായ പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇവിടെയൊക്കെ കായ പിടിച്ച് കിടക്കുന്നുണ്ടോ? അങ്ങനെ ഈ പ്ലാന്റിൽ നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് ഇത് ഈ ഷെയ്ഡിൽ നിൽക്കുന്നത് കൊണ്ടാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ ലെയർ ചെയ്യുന്നുണ്ട്. നാടൻ ചക്കയാണ്, പക്ഷെ ഒരു പുളിമധുര ആണ് ഇതിന്. നല്ല ടേസ്റ്റ്, കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ പേഴക്കപ്പള്ളി വരുമ്പോ ഒരു സ്ഥലം ചക്ക ഭയങ്കര കൃഷി ഉണ്ട്. പിന്നെ ഇതൊരു നാട്ടുംപുറം ഒരിതാണല്ലോ, വണ്ടികൾക്കൊക്കെ ഒരുപാട് ഇങ്ങനെ ചക്ക കയറ്റി. അതുണ്ട്. ഇവിടെ എടുക്കുന്നുണ്ട്, ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന സ്ഥലമുണ്ട്. ആണോ? ഇതിവിടെ കുറച്ച് അഗ്ലോണിമ കലാത്തിയൊക്കെ ഉണ്ട് കേട്ടോ. സെയിലുണ്ടോ ഇവിടെ? എന്തോ അഗ്ലോണിമൊക്കെ സെയിലുണ്ടോ? സെയിലുണ്ട്. പിന്നെ കലേഡിയോ ഉണ്ട്. അങ്ങനെ പിന്നെന്താ? ഇത് തിപ്പല്ലി അല്ലേ? തിപ്പല്ലി. അത് തിപ്പല്ലി ഇതില് കേറി വളർന്നതാ. കട്ട് ചെയ്യാൻ ഇത് പെപ്പർ തെക്കൻ വണ്ണ. ഇതിന്റെ കുറച്ച് പോട്ടുകൾ ഉണ്ടായിരുന്നു ഇവിടെ, അതെല്ലാം സെയിലായി പോയി. ഓർണം ഇരിക്കണതാ. ഇത് കുളമ്പ് നിറച്ച് കാച്ചെടുക്കുന്നത് ഞാൻ അവിടെ ഗ്രോ ബാഗിൽ കാണിച്ചില്ലേ, അത് അതുപോലെ നിറച്ച് കാച്ചെടുക്കുന്നതാ. ഇത് നല്ല മാങ്ങയാ, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. കേടില്ല. ഇത് ഇവിടെയൊക്കെ കാച്ചെടുക്കുന്നുണ്ട്. കായ എടുക്കുന്നുണ്ട്. അങ്ങോട്ട് ഉള്ളിലേക്കും ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ട്. നന്നായിട്ട് കായ്ക്കുന്നുണ്ട്.